നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം 7ാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മഹാഭാരതം എന്ന മഹത്തായ ഗ്രന്ഥത്തിലെ ഓരോ കഥാപാത്രങ്ങളുടെയും സവിശേഷതകളെക്കുറിച്ചും ആ കഥാപാത്രങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഓരോ അധ്യായത്തിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു കഥാപാത്രത്തെക്കുറിച്ച് ഈ അധ്യായത്തിലും നമുക്ക് ഒന്ന് കടന്നു പോകാം. ആ കഥാപാത്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം, പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം. ജീവിതത്തിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതാണ് പുണ്യപ്രവൃത്തിയെന്നും അവരെ ദ്രോഹിക്കുന്നത്, അവരെ പീഡിപ്പിക്കുന്നത് പാപവുമാണെന്ന് സൂചിപ്പിക്കുന്ന വരികളാണ് ഈ വരികൾ. നമ്മുടെ മഹത്തായ സംസ്കാരം നമുക്ക് പകർന്നു നൽകിയ അറിവുകളിൽ ഒന്നാണ് ഈ വരികൾ. വളരെ കുറച്ച് വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ആയുസ്സിൽ ജീവിതത്തിൽ നമ്മുടെ സഹജീവികളെ സഹായിക്കുവാനും അവരുടെ വേദനകളിൽ അവരുടെ കണ്ണീരൊപ്പുവാനും ആ വേദനകളിൽ തടവുവാനുമുള്ള ഒരു മനസ്സാക്ഷി അല്ലെങ്കിൽ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ പുലർത്തണമെന്നാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഓരോ മോശം അല്ലെങ്കിൽ പുണ്യപ്രവൃത്തികളിൽ ഏറ്റവും വലിയ പുണ്യമാണ് ദാനം ചെയ്യുക എന്നുള്ളത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാത്തവന് ആ ഭക്ഷണം കൊടുക്കുന്നത് അന്നദാനമെന്നും, കൊടുക്കാൻ വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകുന്നത് വസ്ത്രദാനമെന്നും, അന്തിയുറങ്ങാൻ കോരിയില്ലാത്തവനൊരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ഭവനദാനമെന്നും, അങ്ങനെ ഒട്ടേറെ ദാനങ്ങൾ ഒട്ടേറെ പേരുകളിൽ അറിയപ്പെടുകയാണ്. മനുഷ്യായുസ് എന്ന് പറഞ്ഞാൽ കേവലം 60, 70, 80, 100 വർഷങ്ങൾ മാത്രമാണ്. ഇത്രയും വർഷം നമ്മൾ ജീവിച്ചതിന് ഒരു അടയാളം ബാക്കി വച്ചിട്ട് വേണം ഈ മണ്ണിൽ നിന്ന് നമ്മൾ പോകേണ്ടത്. നല്ല പ്രവൃത്തി ചെയ്യുന്നവർ അവരുടെ ജീവിത കാലയളവിനപ്പുറവും ഓർമ്മിക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസനും യേശുദേവനും സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിച്ച് എത്ര ഉന്നത തലങ്ങളിൽ എത്തിയാലും അവരുടെ ജീവിത കാലയളവിന് ശേഷം അവർ ഒരു മനുഷ്യ മനസ്സുകളിൽ നിലനിൽക്കില്ല എന്നുള്ളത് വർത്തമാനകാലം നമ്മളെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കാലയളവിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. ദാനമാകാം, മറ്റേത് പേരിൽ വേണമെങ്കിൽ അറിയപ്പെടാം. പക്ഷെ ഇത്തരം ദാനങ്ങൾ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, നാം തിരിച്ചറിയേണ്ടത് മറ്റൊന്നാണ്. നമ്മൾ ചെയ്യുന്ന സഹായം, നമ്മൾ ചെയ്യുന്ന ആ ദാനം അർഹമായ കരങ്ങളിലേക്കാണോ എത്തിച്ചേരുന്നത് എന്ന് തിരിച്ചറിയാൻ കൂടി നമ്മുടെ സമയം ഉപയോഗിക്കണം. നമ്മൾ നൽകുന്ന ആ സഹായം കൊണ്ട് അത് കിട്ടുന്ന വ്യക്തിക്ക് ഉപകാരപ്രദമാണോ, അത് അർഹമായ കരങ്ങളിലേക്കാണോ നമ്മൾ കൊടുക്കുന്നത്? അല്ലാത്ത പക്ഷം അർഹമായ കരങ്ങളിലേക്കല്ല നമ്മൾ സഹായം കൊടുക്കുന്നതെങ്കിൽ ആ സഹായത്തിന് യാതൊരു ഫലവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, നമുക്ക് നേരെ തിരിയുന്ന ആ വജ്രായുധമായി ആ സഹായം ചിലപ്പോൾ മാറാം. പലരും അനുഭവസ്ഥരാണ്. പല സഹായങ്ങൾ ചെയ്തിട്ടും ആ സഹായങ്ങളുടെ ഫലം തികച്ചും പ്രതികൂലമായി വിപരീതമായി അനുഭവപ്പെട്ടതിൽ നമ്മളൊക്കെ പലരും അനുഭവസ്ഥരാണ്. അപ്പോൾ ഏതൊരു ദാനം ചെയ്താലും, ഏതൊരു സഹായം ചെയ്താലും, ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് അർഹമായ കരങ്ങളിലേക്കാണോ എന്ന തിരിച്ചറിവോടുകൂടി വേണം ഇത്തരം പ്രവൃത്തികളിൽ നാം ഏർപ്പെടേണ്ടത്. മഹാഭാരതം നമ്മൾ കാണിക്കുകയാണ്. അനർഹമായ കരങ്ങളിലേക്ക് ദാനം കൊടുത്തതിൻ്റെ പേരിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ട കഥാപാത്രത്തെ മഹാഭാരതം നമ്മെ കാണിക്കുകയാണ്. നമുക്ക് കുറച്ച് മഹാഭാരതത്തിൻ്റെ കുറച്ച് പുറകിലോട്ടും സഞ്ചരിക്കാം. കുന്തിഭോജൻ നമ്മൾ കേട്ടിട്ടുണ്ട്. കുന്തിദേവിയുടെ, പാണ്ഡവരുടെ മാതാവായ കുന്തിദേവിയുടെ വളർത്തച്ഛൻ ഭഗവാൻ കൃഷ്ണന്റെ പിതാവായ വസുദേവന്റെ സഹോദരിയാണ് കുന്തിദേവി. എന്നാൽ ഉഗ്രസേന മഹാരാജാവ് വസുദേവന്റെ അച്ഛൻ തൻ്റെ സുഹൃത്തിന് കൊടുത്ത ഒരു വാഗ്ദാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് പിറന്ന മകളെ കുന്തിഭോജന് വളർത്തുവാനായി
വളർത്തുമകളായി നൽകേണ്ടി വന്നു. അങ്ങനെയുള്ള കുന്തിഭോജൻ്റെ കൊട്ടാരത്തിലേക്ക് താപസശ്രേഷ്ഠന്മാരിൽ ഏറ്റവും പ്രമുഖനായ ഉത്തമനായ തപസ്വിയായ ദുർവാസ മഹർഷി ഒരു ദിനം എത്തിച്ചേരുകയാണ്. കുറച്ചു ദിവസം ആ കൊട്ടാരത്തിൽ താമസിച്ച് തൻ്റെ സ്വാധ്യായം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് മഹർഷിയുടെ വരവിന് പിന്നിലുള്ളത്. മഹർഷിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഉഗ്രനായ തപസ്വിയാണ്, ഉഗ്രനായ പാണ്ഡിത്യമുള്ളവനാണ്. പക്ഷെ അദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്. ചെറിയൊരു തെറ്റ് കണ്ടാൽ പോലും മുൻപിൻ വിചാരമില്ലാതെ ശപിക്കുന്ന ഒരു പ്രകൃതം. അത്രയും കോപിഷ്ഠനാണ് ദുർവാസ മഹർഷി. നമുക്കറിയാം, മഹർഷിമാരൊക്കെ സാത്വികന്മാരാകേണ്ടതാണ്, മഹർഷിമാരൊക്കെ ശാന്ത സ്വഭാവത്തിൽ വേണ്ടതാണ്, ശാന്ത സ്വരൂപരാവേണ്ടതാണ്. പക്ഷെ മനുഷ്യ ദൗർബല്യങ്ങൾ അവരിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ദുർവാസ മഹർഷിയുടെ ചെറിയൊരു വീക്ക്നെസ് അദ്ദേഹം ശമിക്കും, എന്തെങ്കിലും തെറ്റുകൾ. മഹർഷി തൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ കുന്തിഭോജൻ ആ മഹർഷിയെ പരിചരിക്കാനുള്ള ചുമതല തൻ്റെ വളർത്തുമകളായ കുന്തിദേവിക്ക് കൊടുക്കുന്നു. ദിവസങ്ങൾ നീണ്ട ആ മഹർഷിയുടെ താമസത്തിനിടയ്ക്ക് കുന്തിദേവിയുടെ പരിചരണത്തിൽ മഹർഷി വളരെയധികം സംതൃപ്തരായി. മഹർഷി കുന്തിക്ക് കൗമാരപ്രായക്കാരിയായ കുട്ടിത്തമുള്ള കുന്തിദേവിക്ക് ഒരു വരം കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള ദേവന്മാരിൽ നിന്ന് കുഞ്ഞുങ്ങളെ കിട്ടുവാനുള്ള ഒരു വരം, കുഞ്ഞുങ്ങൾ ജനിക്കുവാനുള്ളൊരു വരം. വരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മന്ത്രം കൊടുത്തു. ആ മന്ത്രമൊക്കെ കൊടുത്തതിന് ശേഷം മഹർഷി പോയി. കുന്തിദേവി നേരത്തെ സൂചിപ്പിച്ചു, കുട്ടിയാണ്, കുട്ടിത്തം വിട്ടിട്ടില്ല, കൗമാരക്കാരിയാണ്. തനിക്ക് കിട്ടിയ മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ വരത്തിൻ്റെ ഫലപ്രാപ്തിയിൽ കൗമാരസഹജമായ ബാല്യസഹജമായ ആകാംക്ഷ കുന്തിദേവിക്ക് വരികയും കുന്തിദേവി ആ മന്ത്രം ഉപയോഗിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചു. സൂര്യഭഗവാൻ ഉടൻ തന്നെ കുന്തിദേവിയുടെ സമക്ഷം പ്രത്യക്ഷപ്പെട്ടു. പേടിച്ച് പരിഭ്രാന്തിയായി കുന്തിദേവി പറഞ്ഞു, ഞാനൊന്ന് പരീക്ഷിക്കാൻ ചെയ്തതാണ്. പക്ഷെ ദേവൻ പറഞ്ഞു, മന്ത്രം അല്ലെങ്കിൽ വരം ഇല്ലാതാക്കാൻ പറ്റില്ല. അങ്ങനെ സൂര്യഭഗവാനിൽ നിന്ന് കുന്തിദേവിക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. കവച കുണ്ടലങ്ങൾ അടങ്ങിയ ഉത്തമനായ ഒരു ആൺകുഞ്ഞ്. കുന്തിദേവി സൂര്യഭഗവാൻ സൂര്യദേവൻ പോയി കഴിഞ്ഞു. കൗമാരപ്രായമായിട്ടുള്ള കുന്തിദേവിക്ക് വിവാഹിതയായിട്ടില്ല. അതിനു മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചാലുണ്ടാകുന്ന അപവാദം ഓർത്ത് അല്ലെങ്കിൽ കുഞ്ഞിനെ ആ ഒരു വിഷമം ഓർത്ത് ആ അപവാദത്തെ ഭയന്നുകൊണ്ട് കുന്തിദേവി തൻ്റെ ഒരു ദാസിയുടെ സഹായത്തോടു കൂടി ഒരു ചെറിയ പെട്ടിയൊക്കെ ഉണ്ടാക്കി ആ പെട്ടിയിൽ ആ കുട്ടിയെ കിടത്തി പുഴയിലൂടെ ഒഴുക്കി വിടുകയാണ്. അങ്ങനെ പുഴയിലൂടെ യാത്ര ചെയ്ത് നേരെ എത്തുന്നത് ഹസ്തിനപുരത്തെ തീരങ്ങളിലേക്കാണ്. അവിടെ കുഞ്ഞുങ്ങളില്ലാത്ത വളരെ ദുഃഖത്തിൽ ആണ്ടുകിടന്ന അല്ലെങ്കിൽ ദുഃഖത്തോടുകൂടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഹസ്തിനപുര കൊട്ടാരത്തിലെ സൂതനായ അതിരഥന് ഈ പെട്ടി കിട്ടുകയാണ്. ഈ പെട്ടിയിലെ കുഞ്ഞിനെ കണ്ടപ്പോൾ അതിരഥന് സന്തോഷമായി. ഈശ്വരൻ തന്ന വരമാണ്, ഈശ്വരൻ തന്ന ദാനമാണ്. അങ്ങനെ അതിരഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാധയും കൂടി ആ കുഞ്ഞിനെ വളർത്തുകയാണ്. കർണൻ എന്ന് നാമകരണം ചെയ്തുപോയി. പക്ഷെ വിധിയുടെ നിയോഗത്തെ, കാലത്തിൻ്റെ കാവ്യനീതിയെ ആർക്കും തെറ്റിക്കാൻ സാധിക്കില്ല. ആ ഹസ്തിനപുരം കർണൻ വളരുന്ന കുന്തിദേവി ഉപേക്ഷിച്ച കർണൻ വളരുന്ന ഹസ്തിനപുരത്തെ മഹാരാജാവായ പാണ്ഡുവിൻ്റെ പട്ടമഹർഷിയായി കുന്തിയും അവിടെ എത്തുകയാണ്. അടങ്ങിയ ആ കർണനെ തൻ്റെ മകനെ കണ്ടപ്പോൾ തന്നെ കുന്തിക്ക് മനസ്സിലായി തൻ്റെ മകനാണ്. പക്ഷെ അപവാദം, മാനമൊക്കെ ഭയന്നുകൊണ്ട് കുന്തിക്ക് ഇത് പുറത്തു പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ നമ്മൾ കാണുമ്പോൾ പാണ്ഡവരോടും ധാർത്തരാഷ്ട്രന്മാരോടും ധൃതരാഷ്ട്ര മക്കളായ ധാർത്തരാഷ്ട്രന്മാരോടും ഒപ്പം ആയുധ അഭ്യാസം നടത്തി പരിശീലിക്കുന്ന കർണനെ തരം കിട്ടുമ്പോഴൊക്കെ പാണ്ഡവർ കളിയാക്കും. സൂതപുത്രൻ എന്ന് കർണനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് ദുര്യോധനൻ കർണനെ അംഗരാജ്യത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തുകൊണ്ട് കർണനെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്ന ധാർത്തരാഷ്ട്രന്മാരും പാണ്ഡവരും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ പോരാട്ട വേളയിൽ കർണൻ തൻ്റെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ച ദുര്യോധനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. പാണ്ഡവരെ നശിപ്പിക്കുന്നതിനുള്ള, പാണ്ഡവരെ ഇല്ലാതാക്കുന്നതിനുള്ള ദുര്യോധനാദികളുടെ പ്രവൃത്തിയിലൊക്കെ കർണൻ അവരോടൊപ്പം ചേർന്നുകൊണ്ട് പാണ്ഡവർക്കെതിരെ നിൽക്കുകയാണ്. തൻ്റെ അപമാനത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച തൻ്റെ യജമാനായ ദുര്യോധൻ്റെ പേര്.
അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം സമാഗതമായി. പാണ്ഡവർക്കറിയാം എല്ലാവരും കരുത്തന്മാരാണ്, തങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന ആത്മവിശ്വാസമൊക്കെ പാണ്ഡവർക്കുണ്ട്. പക്ഷെ പാണ്ഡവരുടെ കൂടാരത്തിൽ അല്ലെങ്കിൽ സങ്കേതത്തിൽ വലിയൊരു ഭീതിയും വലിയൊരു ഭയമേ ഉണ്ടായിരുന്നു. കവചകുണ്ടലങ്ങൾ അടങ്ങിയ ധരിച്ച കർണനെ സംബന്ധിച്ച്. കർണനെയാണ് പാണ്ഡവർക്ക് പേടിയുണ്ടായത്. യുധിഷ്ഠിരൻ്റെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു കർണനെ കുറിച്ചുള്ള പേടി. അങ്ങനെ പരിഭ്രാന്തിയോടുകൂടി കർണനെ എങ്ങനെ നേരിടുമെന്ന് പരിഭ്രാന്തി പാണ്ഡവ സങ്കേതത്തിലുണ്ടായി. ഈ സമയത്ത് നമുക്കറിയാം കുന്തിദേവിക്ക് ദേവേന്ദ്രനിൽ നിന്ന് ലഭിച്ച മകനാണ് അർജുനൻ. തൻ്റെ മകനായ അർജുനെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ ദേവേന്ദ്രൻ്റെ ഭാഗത്ത് ആരംഭിച്ചു. അതിനുള്ളൊരു മാർഗം അദ്ദേഹം കണ്ടെത്തിയത് കർണൻ്റെ കവചകുണ്ടലങ്ങൾ മേടിച്ചെടുക്കണം, കരസ്ഥമാക്കണം. ദാനധർമ്മിഷ്ഠനാണ് കർണൻ. ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. അത്രയും ഉത്തമനായ ഒരു ദാനധർമ്മിഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന് കവചകുണ്ടലങ്ങൾ മേടിക്കുവാൻ ദേവേന്ദ്രൻ ഒരു പ്ലാൻ ചെയ്തു. ഇതറിഞ്ഞ സൂര്യദേവൻ തൻ്റെ പുത്രനായ കർണൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദേവേന്ദ്രൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തു. അപ്പോൾ കർണൻ പറയുന്നത്, ബ്രാഹ്മണനല്ല ആരുമായിക്കൊള്ളട്ടെ, തൻ്റെ ജീവൻ പോലും വന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും, ഇതിൽ ഞാൻ പിന്മാറില്ല. കർണൻ അവിടെ തിരസ്കരിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ ബ്രാഹ്മണ വേഷത്തിൽ ഇന്ദ്രൻ എത്തുന്നു. കവചകുണ്ടലങ്ങൾ ദാനമായി ചോദിക്കുന്നു. എത്തിയത് ഇന്ദ്രനാണ് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഇന്ദ്രനെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് കർണൻ തൻ്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രന് ദാനമായി നൽകുന്നത്. അതിൻ്റെ പരിണതഫലം നമ്മൾ കണ്ടു. കർണൻ്റെ അന്ത്യം. കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ട കർണൻ അർജുനനാൽ വധിക്കപ്പെട്ടു കുരുക്ഷേത്ര യുദ്ധത്തിൽ. ഇവിടെയാണ് ഈ വരികൾക്ക് പ്രാധാന്യം ജനിക്കുന്നത്. പാത്രം മറഞ്ഞു വേണം ദാനം ചെയ്യുവാൻ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മൾ ആർക്കെങ്കിലും സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അർഹമായ കരങ്ങളിലേക്ക് ആയിരിക്കണം എന്നതിൻ്റെ അർത്ഥമാണ് പാത്രം മറിഞ്ഞ് ദാനം ചെയ്യാവും. അല്ലാതെ ചെയ്യുന്ന ദാനങ്ങൾ അത് കൊടുക്കുന്നവന് തന്നെ തിരിച്ചടിയായി സംഭവിക്കും, തിരിച്ചടിയായി മാറും എന്ന കാര്യത്തിൽ കർണൻ്റെ ഈ ദാനത്തിലൂടെ, കവചകുണ്ടലങ്ങൾ ഇന്ദ്രന് നൽകിയ ദാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാനധർമ്മിഷ്ഠൻ എന്ന പേര് കർണനുണ്ട്, വില്ലാളി വീരൻ എന്ന പേര് കർണനുണ്ട്. ആ പേരിൽ ഇന്നും ജനമനസ്സുകളിൽ കർണൻ്റെ സ്ഥാനം വളരെ വലുതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് ആരോഗ്യവും നമുക്ക് ജീവനും ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കൂ. സഹായിക്കണമെന്ന മനസ്ഥിതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവനും നിലനിർത്തിയേ മതിയാവും. മാത്രമല്ല, ബ്രാഹ്മണനായ ഇന്ദ്രന് കവചകുണ്ടലങ്ങൾ കൊണ്ട് യാതൊരു ആവശ്യവുമില്ല. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ കർണന് ഈ ദാനത്തിൽ നിന്ന് പിന്തിരിയാമായിരുന്നു. പക്ഷെ കർണൻ തൻ്റെ ആദർശത്തിൽ പിടിമുറുക്കി. ആദർശത്തേക്കാൾ ഉപരി പ്രായോഗിക ബുദ്ധി കൂടി നമ്മുടെ ജീവിതത്തിൽ പുലർത്തണമെന്ന് കർണൻ്റെ സംഭവത്തിലൂടെ നമ്മളെ മഹാഭാരതം മനസ്സിലാക്കി തരികയാണ്. ഒരുപക്ഷെ ആദർശത്തോടൊപ്പം തന്നെ പ്രായോഗിക ബുദ്ധിയോടുകൂടി ഇന്ദ്രൻ്റെ ആവശ്യം തിരസ്കരിച്ചിരുന്നുവെങ്കിൽ, ഇന്ദ്രൻ്റെ ആവശ്യം നിറവേറ്റി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ കർണൻ ഒരുപക്ഷെ ഹസ്തിനപുരത്തെ രാജാവായി ഭരണം നടത്തിയത്. പാണ്ഡവർക്ക് അധികാരം കിട്ടുമ്പോൾ കർണൻ തൻ്റെ ജ്യേഷ്ഠനാണെന്ന് യുധിഷ്ഠിരനടക്കമുള്ള പാണ്ഡവർക്ക് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ തൻ്റെ രാജാധികാരം കർണന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഹസ്തിനപുരത്തെ രാജാവായി വാഴാൻ സാധിക്കുമായിരുന്ന കർണൻ ആ രാജപദവി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ പ്രജകളടക്കമുള്ള ഒട്ടനവധി പേരെ സഹായിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. കാരണം അദ്ദേഹം ദാനധർമ്മിഷ്ഠനാണ്. തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തെ രാമരാജ്യം എന്ന് ശ്രീരാമൻ്റെ ഭരണകാലത്തെ വിശേഷിപ്പിക്കുന്ന പോലെ മറ്റൊരു രാമരാജ്യമായി കർണൻ്റെ രാജ്യം മാറിയേനെ. ദാനം ചെയ്യാൻ പാടുള്ളൂ. വർത്തമാനകാലത്ത് നമ്മൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും പലപ്പോഴും അറിയുന്ന വാർത്തയാണ്. നിരവധി വർഷങ്ങളായി യാചക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആൾ മരിച്ചപ്പോൾ അയാളിൽ നിന്ന് കണ്ടെത്തിയത് ലക്ഷക്കണക്കിന് രൂപയുടെ നാണയങ്ങളായിരുന്നു. അയാൾക്ക് ആ നാണയങ്ങൾ കിട്ടിയിട്ട് അയാൾക്ക് ജീവിതത്തിൽ യാതൊരു ഗുണമുണ്ടായില്ല എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് മരിച്ചപ്പോഴും ആ നാണയ ശേഖരം അവിടെ കണ്ടെത്തിയത്. അത് ലഭിച്ച ആ യാചകനും ഉപകാരമുണ്ടായില്ല, അത് കൊടുത്തവരുടെ ആ ദാനത്തിന് യാതൊരു
അർത്ഥവും ഉണ്ടായിരുന്നില്ല. അതാണ് സൂചിപ്പിക്കുന്നത് പാത്രമറിഞ്ഞേ ദാനം ചെയ്യാൻ പാടുള്ളൂ. കർണൻ അതോടൊപ്പം തന്നെ പ്രായോഗികം കൂടി തൻ്റെ ആരോഗ്യവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവനും നിലനിർത്തിക്കൊണ്ട് വേണം മറ്റുള്ളവരെ സഹായിക്കാൻ. ഇല്ലാത്ത പക്ഷം പിന്നീട് നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റാതെ വരും. ഹസ്തിനപുരത്തെ രാജാവായി ചിലപ്പോൾ കർണൻ ഭരിച്ചിരുന്ന സമയം നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീരാമരാജ്യമായി മറ്റൊരു രാമരാജ്യമായി ഹസ്തിനപുരം ഭാരതം മാറിയത്. പക്ഷേ കാലത്തെ ആർക്കും തടുക്കുവാൻ സാധിക്കില്ല. കാലമെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാലത്തെ തടുക്കുവാനോ ആ കാലത്തിൻ്റെ നീതിയെ കാലത്തിൻ്റെ നിശ്ചയത്തെ തരണം ചെയ്യുവാനോ ആർക്കും സാധിക്കില്ല. കാലം തീരുമാനിക്കുന്നത് പോലെ എല്ലാം ഭവിക്കും. ഇതാണ് കർണൻ്റെ ജീവിതത്തിലും കാലം നിശ്ചയിച്ച ആ സംഭവം യാഥാർത്ഥ്യമായി. അതാണ് നമ്മൾ കണ്ടത്. ദാനധർമ്മിഷ്ഠനായ വില്ലാളിവീരനായ കർണനെ ഇന്നും മനസ്സാ നമിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കർണൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം മനസ്സിലാക്കുന്നത് ആദർശവും അതോടൊപ്പം തന്നെ പ്രായോഗിക ബുദ്ധിയും മനുഷ്യന് ഈശ്വരൻ നൽകിയ ഒരു വലിയ വരദാനമാണ്. ചിന്തിക്കാനുള്ള കഴിവ്. ആ ചിന്താശേഷിയും കൂടി ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് വേണം മറ്റുള്ളവർക്ക് സഹായമേകുവാൻ എന്നൊരു പാഠം കൂടി കർണൻ്റെ ജീവിതത്തിൽ നമുക്ക് തരികയാണ്. മഹാഭാരത കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാനം കരയുന്ന ഒട്ടനവധി അമ്മമാരെ നമ്മൾ കാണുന്നു. ആ അമ്മമാരുടെ വിശേഷവുമായി അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.